മുടി കൊഴിച്ചിൽ ഇങ്ങനെ ഹെയർ ലൈനിൽ കയറി പോകുന്നല്ലാണ്ട് ഏതെങ്കിലും പെർട്ടിക്കുലർ ചില ഭാഗങ്ങളിൽ വട്ടത്തിൽ എന്തെങ്കിലും മുടി പോയതായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെയില്ല. ഇല്ല. ഓക്കെ. താങ്കൾ എന്ത് വർക്കാ ചെയ്യുന്നത്? എന്തെങ്കിലും മീൻസ് IT മേഖലയോ അല്ലെങ്കിൽ ഒരുപാട് ഇരുന്നുകൊണ്ടുള്ള വർക്കോ അങ്ങനെ എന്തെങ്കിലും ആണോ? അല്ല, ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞു PSC കോച്ചിങ് ആയിട്ട് ചെയ്യുന്നുണ്ടല്ലേ. ഓക്കെ. ഒരു പക്ഷേ ഇതിന് കാരണം കുറേ കാരണങ്ങളുണ്ട്. വൈറ്റമിൻ ഇയുടെ ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും മുടി കൊഴിച്ചിൽ വരാം. അതുപോലെ തന്നെ അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ വരാം. താങ്കളൊരു മെലിഞ്ഞ പ്രകൃതമാണോ? അത്ര മെലിഞ്ഞിട്ടുള്ള ഒരു 6 kg. ഓക്കെ. ഫിഗില്ലേ, അത്തിപ്പഴം ഒന്ന് ധാരാളം ഒരു 3-4 അത്തിപ്പഴം എടുത്തിട്ട് രാത്രി വെള്ളത്തിൽ കുതിർത്തി വെക്കുക. എന്നിട്ട് രാവിലെ അത് കഴിക്കുക. അപ്പം അത് ഒരു പരിധി വരെ നല്ല രീതിയിൽ തന്നെ മുടി കൊഴിച്ചിൽ മാറാനായിട്ട് നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ തേങ്ങാപ്പാൽ, നല്ല കൊഴുത്ത തേങ്ങാപ്പാൽ എടുത്തിട്ട് അത് തലയിലൊന്ന് പുരട്ടി കൊടുക്കുക. ഈ പറഞ്ഞ ഈ ഹെയർ ലോസ് വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് നമ്മൾ നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് ഒന്ന് പുരട്ടി കൊടുക്കുവാണെങ്കിലും നല്ലതാണ് കേട്ടോ. ഡെർമാ നീഡില അത് നല്ലതാണ്. കാരണം അത് ഹെയർ ഫോളിക്യൂൾസിനെ ആക്റ്റീവ് ആക്കാനായിട്ട് ഡെർമ റോളറാണ് സാധാരണ സജസ്റ്റ് ചെയ്യുക. ഡെർമ നീഡിൽ യൂസ് ചെയ്യും. ഇങ്ങനെ ടാപ്പ് ചെയ്യുന്ന ഒരു ഹാമർ പോലത്തെ അല്ലേ? അത് യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ഡെഡ് സെൽസിനെയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഹെയർ ഫോളിക്യൂൾസ് ഓപ്പൺ ആയിട്ട് ഹെയർ ഗ്രോത്ത് വരാനായിട്ട് സാധ്യത കൂടുതലാണ്. ഓക്കെ.